എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതുവീടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ജൂൺ മാസം 10-ന് ആരംഭിക്കും. ഇന്നലെ ടൈം ടേബിൾ വന്നു. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഇനി പരീക്ഷ എഴുതാൻ സാധിക്കില്ല. ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് ഈ പരീക്ഷ എഴുതാൻ സാധിക്കില്ല അവർക്ക് ഉള്ള അവസാന അവസരമാണെന്ന് കരുതി എഴുതാൻ ശ്രദ്ധിക്കുക. വിശദമായ അപ്ഡേറ്റിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യമറിയുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ജൂൺ മാസം 10-ന് ആരംഭിക്കും. അക്കാദമിക് കലണ്ടർ പ്രകാരം ജൂൺ മാസം 11-നാണ് ആരംഭിക്കേണ്ടത്. എന്നാൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇന്നലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടപ്പോൾ അതിൽ ജൂൺ മാസം 10 എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളെ കുറിച്ചിട്ടാണ്. അതായത് നിങ്ങൾക്ക് ഈ 4ാം സെമസ്റ്റർ എന്നത് നിങ്ങളുടെ അവസാന സെമസ്റ്ററായി തന്നെ കണക്കാക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഒരു വിദ്യാർത്ഥി ഡിഗ്രിയിൽ പ്രവേശനം നേടിക്കഴിഞ്ഞാൽ ഏതാണ്ട് 5 to 6 വർഷം വരെയാണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡ് ആയിട്ട് കണക്കാക്കപ്പെടുക. 5 to 6 വർഷമാണ് ആ പ്രിയ വിദ്യാർത്ഥിനികളുടെ വാലിഡിറ്റി പീരീഡ് ആയിട്ട് കണക്കാക്കപ്പെടുക. ആ 5 വർഷം 6 വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും പരീക്ഷ എഴുതാൻ സാധിക്കും. പിന്നീട് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയും മാത്രമേ ഉണ്ടാകുള്ളൂ. അതും ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ 3 വർഷമോ ഒക്കെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അതും കൃത്യമായ രീതിയിൽ നടക്കുമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇന്ന ടൈമിൽ വരുമോ അങ്ങനെയൊന്നുമില്ല. യൂണിവേഴ്സിറ്റിക്ക് തോന്നുമ്പോഴായിരിക്കും അതൊരു നോട്ടിഫിക്കേഷൻ ഇറക്കുക. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരം നഷ്ടമാക്കാതെ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾ ഇത്തവണ തന്നെ എഴുതിയെടുത്തുകൊണ്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലുമൊക്കെ ഒരു പേപ്പറിൽ സപ്ലി ഉണ്ടെങ്കിൽ ഇത്തവണ തന്നെ അത് ക്ലിയർ ചെയ്തു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്കിനി 2025 വിളിക്കാൻ പോകുന്ന 1 to 6 സെമസ്റ്റർ പരീക്ഷകൾ എഴുതാൻ സാധിക്കുമോ എന്നറിയണമെങ്കിൽ ഈ നവംബറിൽ നടക്കാൻ പോകുന്ന 1, 3, 5 സെമസ്റ്റർ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വരണം. എന്നാൽ മാത്രമേ 2019 മുതൽ ഇപ്പോൾ വിളിക്കുന്ന പരീക്ഷാ നോട്ടിഫിക്കേഷൻ എല്ലാം 2019 മുതൽ 2023 അല്ലെങ്കിൽ 2024 എന്നായിരിക്കും. അടുത്ത വർഷം അത് ചിലപ്പോൾ 2020 to 24 ചാൻസ് ഉണ്ട്. 2020 to 2024 അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി എഴുതാൻ സാധിക്കില്ല. നിങ്ങൾക്കിനി യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയോ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയോ മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇത് കൺഫേം ആയിട്ടില്ലെങ്കിൽ പോലും ഏതാണ്ട് 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് 5 to 6 വർഷം എന്നുള്ളത് ഈ വർഷം അവസാനിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇനി നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുമോ എന്നറിയണമെങ്കിൽ ഇനി പരീക്ഷാ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മളതിൻ്റെ ഹെഡിങ്ങിൽ നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം ഇത്ര വർഷം മുതൽ ഇത്ര വർഷം വരെ അഡ്മിഷൻ ഇയർ വിദ്യാർത്ഥികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാമെന്നതിൽ കാണും. അന്നേരം 2019 എന്ന് ഈ വരാൻ പോകുന്ന 1 മുതൽ 6 വരെയുള്ള സെമസ്റ്റർ പരീക്ഷകളിൽ 2019 മുതലുള്ള അഡ്മിഷൻ ഇയർ വിദ്യാർത്ഥികൾ അതിനകത്ത് 2019 2 എന്നുണ്ടെങ്കിൽ മാത്രമേ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി എഴുതാൻ സാധിക്കുകയുള്ളൂ. പകരം അവിടെ 2020 എന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കില്ല. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റ് വരുന്നവർക്ക് നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.